കടത്തിക്കൂടെ നടക്കുമെന്നൊക്കെ ചില മാന്യന്മാര് പറയണ കേട്ടു. കടത്തിക്കൂടെ നടക്കുമെന്ന്. അതടങ്ങ് തന്നെ നമുക്ക് കാണാമല്ലോ, നിങ്ങൾക്കും കാണാമല്ലോ. നമസ്കാരം. വിധവാ പെൻഷൻ മുടങ്ങിയതിനെ ചോദ്യം ചെയ്ത് അടിമാലി സ്വദേശിനി മറിയക്കുട്ടി നൽകിയ ഹർജിയിൽ സർക്കാരിന് വീണ്ടും വിമർശനമാണ് കിട്ടിയത്. ജനം ചാനലിന്റെ ചർച്ചയിൽ മറിയക്കുട്ടി ഇതിനൊക്കെ എതിരെ പിണറായിയുടെ ഈ ഗുണ്ടായുസത്തെയൊക്കെ മുഴുവൻ തച്ച് തകർക്കുന്നുണ്ട്. താൻ സംസാരിക്കുന്നത് പെൻഷൻ കിട്ടാത്ത എല്ലാവർക്കും വേണ്ടിയാണ്. ഇപ്പോൾ പിണറായിക്ക് അയ്യപ്പന്റെ ശക്തി കിട്ടിയെന്ന് പറയുന്നു. തലയിൽ തൊപ്പിയൊക്കെ വച്ചു ഇരിക്കുന്നത് കണ്ടു. അയ്യപ്പന്റെ ശക്തി കിട്ടിയത് കൊണ്ടാണ് തൊപ്പിയൊക്കെ വെച്ചത് എന്നാണ് പറയുന്നത്. എനിക്കറിയില്ല ഇതൊക്കെ എന്താണ് ഏതൊക്കെയാണ് എന്നൊന്നും. ചിലപ്പോൾ ഇതൊക്കെ ഉണ്ടാകുമായിരിക്കും. മാത്രമല്ല അത്ര നല്ല കാര്യങ്ങളാണല്ലോ പിണറായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ കയ്യിൽ പണമില്ല, അതുകൊണ്ട് ക്രിസ്തുമസും ഇല്ല. ഞാൻ പറയുന്നത് എന്റെ മാത്രം കാര്യമല്ല, എന്തോരം പാവപ്പെട്ടവരാണ് പെൻഷൻ കിട്ടാതെ വലയുന്നത്. എന്തായാലും ഈ പിണറായി വിജയന്റെ ഈ വിനോദയാത്ര കഴിയുമ്പോൾ ഒരു അത്ഭുതം സംഭവിക്കും. അത് കടലിലൂടെ നടക്കും. നോക്കിക്കോ, ഞാൻ പറയുന്നത് നടക്കുമോ ഇല്ലയോ എന്ന് നിങ്ങൾക്കൊക്കെ കാണാമല്ലോ. സത്യത്തിൽ പിണറായിയെ കുടയുകയാണ് മറിയക്കുട്ടി അമ്മച്ചി ചെയ്യുന്നത്. ഇതിനും അപ്പുറം ആർക്കാണ് പിണറായി വിജയന്റെ ഈ യാത്രയെ ഇത്രമേൽ പരിഹസിക്കാൻ കഴിയുക? പണമില്ല, ആരെങ്കിലും തന്നാ ഘോഷിക്കും. ആര് തരുമെന്നൊന്നും ഇപ്പൊ പറയാറായില്ല. ഞാൻ ഘോഷിച്ചാ പോരാ സാറേ. എന്തോരും ജനങ്ങളാ പട്ടിണിയിൽ അനുഭവിക്കണേ. എന്റെ കാര്യം തന്നെയല്ല ഞാൻ പറയണേ, മൊത്തത്തിന്റെ ആൾക്കാരുടെ കാര്യം ഞാൻ പറയണേ. അല്ല, എന്നിട്ടും മറിയക്കുട്ടി ചേട്ടത്തി ഇതിനൊക്കെ കാരണഭൂതനായ ഒരു വ്യക്തിയെ ഇപ്പോഴും ദൈവത്തിൻ്റെ വരദാനം എന്ന് വാഴ്ത്തിപ്പാടുകയാണ്. അദ്ദേഹത്തിൻ്റെ പാദസ്പർശമേറ്റ മണ്ണെടുത്ത് വെക്കണം എന്നൊക്കെയാണ് അദ്ദേഹത്തിന് കൊട പിടിച്ചു കൊടുക്കുന്നവർ ഇങ്ങനെ ഘോരഘോരം പ്രസംഗിക്കുന്നത്. അതല്ലേ പിണറായി വിജയൻ അയ്യപ്പസ്വാമി ആക്കി വെച്ച് നാളെ മുദ്ര കുത്തി അതുകൊണ്ടൊക്കെ തലക്കട വെച്ചു കൊടുക്കണുണ്ട് അയ്യപ്പസ്വാമിയെന്ന് വിളിച്ച്. ഇപ്പൊ സ്വാമിയായത് ഞാനിപ്പോ ഈ ആഴ്ചയിലാ കൃത്യം അറിഞ്ഞത്. അതുകൊണ്ടൊക്കെ ഓട വെച്ച് കൊടുക്കണുണ്ട് തലയില്. അതുകൊണ്ട് കടൽ തീർത്ത് കൊണ്ടുപോയി പിണറായി ഈ പ്രാവശ്യം കടലിക്കൂടെ നടക്കുമെന്നൊക്കെ ചില മാന്യന്മാര് പറയണ കേട്ടു. കടത്തിക്കൂടെ നടക്കുമെന്ന്. അതടങ്ങ് തന്നെ നമുക്ക് കാണാമല്ലോ, നിങ്ങൾക്കും കാണാമല്ലോ. അയാൾ നടക്കുമെന്ന് അറിഞ്ഞ ശബരിമല പോയപ്പോ അയ്യപ്പസ്വാമിയുടെ എല്ലാ വരവും കിട്ടി. അപ്പൊ ഇത് ഈ വിനോദയാത്ര കഴിഞ്ഞാൽ കടലിക്കൂടെ നടന്നു വരും. നോക്കിയിരുന്നു കണ്ടോ, എല്ലാവർക്കും കാണാം. കടലിക്കൂടെ നടന്നു വരും ഇവിടെ പിണറായി. അത്ര സത്യസന്ധനാ. അല്ലെങ്കിൽ ഇത്ര വൃത്തികെട്ടവനാ ഈ പരിപാടിക്ക് നിൽക്കുവോ? അതാ ഞാൻ പറഞ്ഞു, ഇതുപോലെ വൃത്തികെട്ട ഒരു മനുഷ്യൻ, ഇതുപോലെ രണ്ടും കെട്ട ഒരു പിണറായി ലോകത്തിൽ കണ്ടിട്ടില്ല. അവന്റെ കുണ്ടകൾ കേൾക്കാനാ ഞാൻ പറഞ്ഞു. അവന്റെ കുണ്ടകള് അവിടെ ഇരിപ്പുണ്ടെങ്കിൽ കേട്ടോട്ടെ, കേട്ടോട്ടെ. ഇത്ര വൃത്തികെട്ട കുണ്ട. ജനക്ക് എല്ലാത്തിനും വേണ്ടി ഞാൻ പറയണേ. ഞങ്ങളുടെ ക്രിസ്തുമസ് ഞങ്ങൾ അവിടെ മുടക്കി കളയണേ. ഇവന്റെ ഞങ്ങളുടെ തന്തയും തലയും മരിച്ചിട്ട് ഞങ്ങൾ മുടക്കിയില്ല. അപ്പൊ ഈ പിണറായി ഞങ്ങളുടെ ക്രിസ്തുമസ് മുടക്കുമ്പോ ഞങ്ങൾ എന്തെന്നാ പിണറായിനെ വിളിക്കണ്ടേ? പറ, ഞങ്ങൾ എന്തെന്ന് വിളിക്കണം? അതാ ഞാൻ ചോദിക്കണത്. കുഞ്ഞുമക്കളുള്ള വീടുകളൊക്കെ ഉണ്ട്, അതിന്റെ ആഗ്രഹമുണ്ട് ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ. പറഞ്ഞാൽ തെറ്റുണ്ടേ സാറ് പറ, ഞാൻ പറഞ്ഞ തെറ്റ്. അല്ല ചേട്ടത്തി, ഈ ഹർജി കൊടുത്തതിന് ശേഷം CPM-കാരുടെ ഭീഷണി ഉണ്ടോ? ഭീഷണിയൊക്കെ നോക്കണ്ട. പിന്നെ ഈ നാട്ടുകാരുടെ ഒരു സഹായം ഉള്ളതുകൊണ്ട് ഒരു കളി നടക്കണില്ല. എന്റെ അയൽക്കാരൊക്കെ എനിക്ക് സഹായ. അതുകൊണ്ട് അവരുടെ കോട്ടയല്ല, കോട്ട ഉള്ളുണ്ടായിരുന്ന തവിടുപൊടിയാക്കാന്. ഇവിടെ കുറെ ആൾക്കാർ നല്ല ആൾക്കാരും ഉണ്ട്. അതുകൊണ്ടാണ്. എന്നാലും അവർ അയലക്കത്തോടൊക്കെ പമ്മി ഒന്ന് ഇരുന്നിട്ടുണ്ട്. പന്നിയിരുന്ന പലരെ കൊണ്ടും പറഞ്ഞു 20 ലക്ഷം തരാന്ന് എനിക്ക് കേസ് പിൻവലിക്കാക്കി. 20 ലക്ഷം. അതാ പത്രത്തിൽ കൊടുത്തതിന്റെ അതാ സ്ഥലത്തിന്റെ എന്റെ മോള് വിദേശാന്ന് പറഞ്ഞതിന്റെ 10 ലക്ഷം. അടിമാലി നടക്കണ കേസിന്റെ പിൻവലിച്ചാൽ എനിക്ക് 10 ലക്ഷം വീട്ടിൽ കൂടെ തരാം. 10 അല്ല 20 ലക്ഷം. ഞാൻ പറഞ്ഞ 20 ലക്ഷം. ഇതൊക്കെ അവര് ആളെ വിട്ട് പറയണവരെ കൊണ്ടുകളെ കൊണ്ട്. ചേട്ടത്തി നിയമപരമായിട്ടുള്ള പോരാട്ടം തുടരും അല്ലേ? പിന്നെ ഈ പെൻഷൻ കെട്ടാത്ത സകല ആൾക്കാരും ഞാനും ഒറ്റക്കെട്ട്. അത് മുന്നോട്ട് പോകാതെ പുറകോട്ട് പോകാൻ പറ്റിയല്ല. ഈ പെൻഷൻ കിട്ടാത്തവരെല്ലാവരും ഇറങ്ങും. CPM-കാരുണ്ട് എന്റെ കൂടെ. ഇപ്പൊ കൂടിയിട്ടുണ്ട്, ഒത്തിരി പേര് പിൻവലിച്ചിട്ടുണ്ട്. പിണറായി അങ്ങനെ ഓർത്തേക്കണേ അപ്പഴും കിട്ടുമെന്നാ. ഈ CPM-കാരും ഈ പട്ടിണി കിടന്നപ്പോ മാറിയിട്ടുണ്ട്. ഒത്തിരി പേര് മാറിയിട്ടുണ്ട്. ഒത്തിരി പേര് മാറിയിട്ടുണ്ട്. അവരെ എന്റെ കൂടെ അധികം തന്നെ. അമിത് ചെയ്ത നല്ലതെന്ന് പറഞ്ഞാൽ CPM-ന്ന് പിരിഞ്ഞു വന്നവരെ ഇപ്പൊ പറയണേ.
അങ്ങനെ എന്റെ ആഗ്രഹം, അങ്ങനെ പിരിഞ്ഞു പോട്ടെ. ഇത്ര കൊള്ളക്കാരന്റെ വിളിയുന്ന കൂട്ടത്തിന്ന് ഈ കൊള്ളക്കാരന്റെ കൂടെ ആരും നിൽക്കരുന്നാ പറയണേ, ഒരാടും. അത് എന്റെ ആഗ്രഹം. കാരണം എന്നാ, ഞങ്ങളെ പട്ടിണിയാക്കിയുള്ള വിഷമം കൊണ്ടാ പറയണേ. പട്ടിണി വലഞ്ഞിട്ടാ പറയണ, അല്ല ചുമ്മാ പറയാൻ. വേറെ വൈരാഗ്യമൊന്നുമില്ല. വലഞ്ഞു, ഞങ്ങളെ തൊലച്ചിട്ടാ പറയണേ. തൊലയാൻ ഇനി വേറെ ഒന്നുമില്ല. ഒരു കടയിൽ പോയി ഒരു മാവേലി പോയി ഇച്ചിരി അരി മേടിക്കാനൊന്നും അതുമില്ല. റേഷൻ കടയിൽ പോയി അതുമില്ല. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാൻ? ഞങ്ങൾ പിന്നെ ഇങ്ങനെ പറയാതെ ഇരിക്കണേ എങ്ങനെയാ? സാറ് പറഞ്ഞാൽ മതി. അത് പറയാതിരിക്കണ എങ്ങനെയാ? ഞങ്ങളെപ്പോ കൊണ്ട് പറയിപ്പിക്കണതാ. പിണ്ടായി ചെവിയാലും ഒക്കെ കേട്ടെ. കാരണം അവൻ ആദ്യം ചക്കയിട്ട് മൊയ്ലിയാ, ചെന്നി ചക്കയിട്ട മൊയ്ലിയാകിയതാ. കാരണം ഒത്തിരി പേരെ അവൻ പട്ടിണിയാക്കിയിട്ടുണ്ട്. അതിപ്പോ ഈ വിനോദയാത്രയുടെ ഗുണം എന്നാ കിട്ടിയ? ഒരു പട്ടിക്ക് പോലും ഗുണം കിട്ടാത്ത വിനോദയാത്ര. ഈ ജനങ്ങളെ പട്ടിണിയാക്കിയാച്ച. ഒന്നാം തരം തിരുവോണത്തിന്റെ അന്ന് റിയാസ് അവന് ഊഞ്ഞാലടിക്കുകയല്ല. റിയാസ്, ആ കാക്ക റിയാസ് ഊഞ്ഞാലടിക്കുകയാണ് ഈ പിണറായിനെ. അങ്ങനെയല്ല എനിക്ക് പറയാനൊക്കെ അല്ല. റിയാസ് മന്ത്രിയാണോ കുന്ത്രിയാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. അത് പിണറായിക്ക് അറിയാവുള്ളൂ. എനിക്കതൊന്നും അറിയില്ല. ഞാൻ ഈ ജീവി കണ്ടിട്ട് പറയണ റിയാസിനെ. ഇങ്ങനെ ടെലിവിഷൻ ചാനലിലൂടെ അപമാനിച്ചു എന്ന് പറഞ്ഞ് ഇനി അടുത്ത കേസ് ഒരുപക്ഷെ വന്നേക്കാം. അത് സാരമില്ല, അത് ഉള്ള കാര്യമാവും. ഞാൻ അയാൾ ഊഞ്ഞാൽ ആടിച്ചാണല്ലോ ഞങ്ങളെ പട്ടിണിയാക്കിയതല്ലേ. ആ കേസ് വന്നോട്ടെ, ഞാൻ പൊക്കോളാന്നേ. കേസ് വരണമല്ലോ. വന്നില്ലെങ്കിലോ കുഴപ്പം. പട്ടിണിയിട്ട് വരുവോ, അതുകൊണ്ട് കേസ് വരട്ടെ. അതാ വരാൻ തന്നെയാ പറയണേ. കേസ് വന്ന അല്ലെങ്കിലല്ലേ എനിക്ക് കയറി ഈ പട്ടിണി കിടന്നതിന്റെ കാര്യം പറയാൻ പറ്റുള്ളൂ. പിണ്ടായുടെ പോലീസിന്റെ അടുത്ത് പറഞ്ഞാൽ അവൻ തലവെല്ലി പൊട്ടിക്കും. ഞങ്ങൾക്ക് കോടതിയെ വിശ്വാസമുള്ളൂ. കോടതി പറയും. ജനങ്ങളുടെ കാര്യങ്ങളെല്ലാം പെരുവഴിയിൽ ആക്കിയിട്ട് ഇങ്ങനെ വിനോദയാത്ര നടത്തുന്ന മുഖ്യമന്ത്രി ലോക ചരിത്രത്തിൽ വേറെ ഉണ്ടാകുമോ എന്നത് സംശയമാണ്. അതുകൊണ്ട് തന്നെയാണ് കോടതി സർക്കാരിനെതിരെ വടിയെടുത്തതും. മറിയക്കുട്ടിക്ക് പലരും പണം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഹർജി രാഷ്ട്രീയ പ്രേരിതമാണെന്നുമാണ് സർക്കാർ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചത്. ഇതോടെയാണ് പരാതിക്കാരിയെ ഇകഴ്ത്തി കാട്ടരുതെന്ന് കോടതി ശക്തമായ ഭാഷയിൽ പറഞ്ഞത്. കോടതിയെ പ്രകോപിപ്പിക്കരുത്. ഇത്തരം കേസിൽ പരാതിക്കാരിയെ ഇകഴ്ത്തി കാട്ടുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ സർക്കാർ അഭിഭാഷകന്റെ ഭാഗത്ത് നിന്ന് വരുന്നത് അംഗീകരിക്കാനാകില്ല. അങ്ങനെയൊരു തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടെങ്കിൽ കോടതിയിൽ വിശദീകരണം നൽകണമെന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വാദത്തിനിടെ പറഞ്ഞത്. സർക്കാരിന്റെ ഉരുക്കുമുഷ്ടിയുടെ ഇരയാണ് മറിയക്കുട്ടിയെ പോലുള്ളവരെന്നാണ് സിംഗിൾ ബെഞ്ച് വിമർശിച്ചത്. ഇവരെ പോലുള്ള സാധാരണക്കാർ എങ്ങനെ ജീവിക്കുമെന്നാണ് കോടതി ചോദിച്ചതും. ഇതൊക്കെ തന്നെയാണ് അമ്മച്ചിയുടെ ഭാഷയിലൂടെ നമ്മളോടും പൊതുജനത്തിനോട് പിണറായിയുടെ ക്രൂരതകളെ കുറിച്ച് പറഞ്ഞതും. അതിനെയൊന്നും ശരിയല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അമ്മച്ചി നാടൻ ഭാഷയിൽ പറയുന്നു, കോടതി കുറച്ചുകൂടെ അച്ചടി ഭാഷയിൽ പറയുന്നു എന്നത് മാത്രം. നന്ദി.